So, how do you see India victory in T20 Cup? It was one-sided game in batting and bowling, even Sanju's innings. ഞാൻ കഴിഞ്ഞ ലൈവില് നിങ്ങൾ ഇന്ത്യയുടെ T20 ഇതിനെക്കുറിച്ച് അഹമ്മദാബാദ് സ്റ്റേഡിയം ഇന്ത്യക്ക് നല്ലതല്ല, അവിടെ ഒന്നും ജയിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 1-2 പേര് എനിക്ക് മെസ്സേജ് എനിക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ തവണ തങ്ങിയ ഹോട്ടലിലല്ല ഇന്ത്യൻ ടീം ഇപ്പൊ തങ്ങിയെന്നോ ഹോട്ടൽ മാറിയെന്നോ ഒക്കെ പറഞ്ഞു. ഇന്ത്യൻ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസങ്ങളുടെ രാജകുമാരന്മാരാണ് എല്ലാവരും, അത് പോട്ടെ. പക്ഷെ ഈ ചോദ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഡീൽ ചെയ്തതാണ്. പറഞ്ഞത് ഇന്ത്യക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, കേപ്പബിലിറ്റി ഉണ്ട്. പിന്നെ ന്യൂസിലാൻഡ് അവരുടെ ഫോം ഓഫ് ദെയർ ലൈഫിലാണ് ഉള്ളത്. അവരെ സെമി ഫൈനൽ പോരാട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരോട് കളിക്കാൻ പോലും തോന്നാത്ത രീതിയിലുള്ള ഒരു അടിയാണ് അവന്മാര് ദക്ഷിണാഫ്രിക്കെതിരെ കളിച്ചത്. അപ്പൊ അതൊരു മാതിരി, പക്ഷെ അത് ആവർത്തിക്കാൻ കഴിയാത്ത ഒരു പ്രകടനമാണ്. അത് എന്താ പറയുന്നത്, ആറാട്ടായിരുന്നു അത്. അപ്പൊ അത് അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇന്ത്യ ഒരു അണ്ടർഡോഗ് ആയിട്ട് തുടങ്ങുന്നതാണ് ഇന്ത്യക്ക് നല്ലത്. ഇന്ത്യ ന്യൂസിലാൻഡ് ആണ് എന്നുള്ളത് കൊണ്ട് അത് ഈസി ആയിട്ട് എടുക്കില്ല. പക്ഷെ ഇന്ത്യ ഇന്നലെ കാണിച്ചൊരു സാധനം ഞാൻ അതിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഞാൻ ഈ കളി ഈ രീതിയിൽ കണ്ടിട്ടുള്ളത് പഴയ സ്റ്റീവ് ബോയുടെ നേതൃത്വത്തിലും റിക്കി പോണ്ടിന്റെ നേതൃത്വത്തിലും ഒക്കെയുള്ള ഓസ്ട്രേലിയൻ ടീമിൽ മാത്രമാണ്. അതായത് സിറ്റുവേഷൻ വരുമ്പം എന്താണ്, സമൺ ത്രോസ് എ നൈഫ് അറ്റ് യു, 2 ways of catching it, either by the handle or by the blade. ഈ ഹാൻഡിൽ വെച്ച് പിടിക്കുക. നിങ്ങൾക്ക് ഒരു കത്തി ആരെങ്കിലും വലിച്ചെറിയാണെന്നുണ്ടെങ്കിൽ ആ കത്തിയുടെ ഹാൻഡിൽ വെച്ച് പിടിച്ചിട്ട് നിങ്ങളുടേതാക്കുക കത്തി, അല്ല അതിന്റെ ബ്ലേഡിൽ പിടിച്ചിട്ട് നിങ്ങളുടെ കൈ മുറിയുക എന്നുള്ളത്. അപ്പോൾ ഒരു പ്രഷർ എങ്ങനെ ഡീൽ ചെയ്യണം, അതിനെ സിറ്റുവേഷനെ ഡോമിനേറ്റ് ചെയ്യുക, ആ രീതിയിൽ അതൊരു പല കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. അതൊരു ശീലമാക്കണം. ഇതിനകത്ത് മാത്രം കാണിച്ചാൽ പോലെ. കാരണം ഈ ഫൈനൽ കളിക്കുന്ന 2 ടീമും ടെൻറ്റേറ്റീവ് ആയിരിക്കും. വളരെ ഓരോ നീക്കങ്ങളും അമിതമായ ജാഗ്രത ഉണ്ടാവും. അപ്പൊ അവിടെയാണ് ഈ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ഡോമിനേഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ സൈഡ് പെട്ടെന്ന് പോകും. ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ആദ്യത്തെ ഈ പറയുന്ന പവർ പ്ലേ 92 റൺസ് എടുത്തു. അത് ആക്ച്വലി അവിടെ വെച്ച് തന്നെ ഭാഗം, അതായത് ന്യൂസിലാൻഡ് വല്ലാതെ ബാക്ക് ഫുട്ടിലായി. പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു. ഞാൻ ആ ഒരു പീരീഡിനേക്കാളല്ല, ആ പീരീഡ് തൊട്ട് ഇഷാൻ കിഷനും സഞ്ജു സാംസണുമായിട്ടുള്ള അതാണ് ഡിഫൈനിങ് ആയിട്ടുള്ള ഇന്നിങ്സ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ആ ഒരു പീരീഡിൽ പോകാമായിരുന്നു, മേക്ക് ഓർ മാർക്ക് പീരീഡ് ആയിരുന്നു. 200 വരെ എത്തിച്ചു. പക്ഷെ അവസാനത്തെ 5 ഓവറിൽ കാര്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. കാരണം അവസാനത്തെ 5 ഓവറിലൊക്കെ പണ്ട് ഈവൻ വൺ ഡേയില് നമ്മുടെ പുള്ളിയുടെ പേരെന്താ, സൗത്ത് ആഫ്രിക്കയുടെ അവസാനത്തെ 5 ഓവറിൽ 95, 100, 110 റൺസ് ഒക്കെ എടുക്കുമല്ലോ. ഈ അടുത്തിടെ വൺ ഡേ വേൾഡ് കപ്പില് പുള്ളി അടിച്ചു, പുള്ളിയുടെ പേര് പെട്ടെന്ന് മറന്നു. ഒരു 3rd ഡൗൺ ആയിട്ട് ഇറങ്ങുന്ന ഒരു കീപ്പറായിട്ട് നിൽക്കുന്ന ഹെൻറി ക്ലോസൻ 90 റൺസ് 5 ഓവറിൽ ലാസ്റ്റ് അമ്മാതിരി അടിക്കുന്നു. അതൊക്കെ അടിക്കാൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഒരു 280-നും 300-നും ഇടയ്ക്ക് വന്ന് നിൽക്കേണ്ടത്. ഒന്നും പോയില്ല, കുറെ പോയി, അവസാനത്തെ 5 ഓവർ പോയി. പക്ഷെ അതുവരെയുള്ള ആ ഒരു പീരീഡ്, പ്രത്യേകിച്ച് സഞ്ജു സാംസണും ഇഷാന്ത് കൃഷ്ണനായിട്ടുള്ള കൂട്ടുകെട്ട്, അത് സൂപ്പറാണ്. എനിക്കൊന്ന് 256 റൺസ് ഒരു ഫൈനലിൽ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്യണം തുടക്കത്തിൽ തന്നെ. അങ്ങനെ ക്ലിക്ക് ചെയ്തില്ല, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വഴിയാണ് പോയത്. ഒരു 8ാമത്തെ ഓവറൊക്കെ ആയപ്പോഴത്തേക്ക് കളി അവിടെ തീർന്നു. പിന്നെ ചത്ത കളിയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. ശരിയാണ്, അവസാനം കളി, ഞാൻ ഈ കളി കണ്ടുകൊണ്ടിരിക്കുന്ന പലരും എന്നോട് പറഞ്ഞു, കളി എന്താ ഇത് നമുക്കറിയാൻ പോകുന്നു എല്ലാവരും. ഈവൻ കളിയുടെ അവസാനം ഈ ക്യാച്ച് എടുക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് കമന്ററി പറയാൻ പോലും രവിശാസ്ത്രിക്ക് പോലും പറ്റിയില്ല. രവിശാസ്ത്രി വിചാരിച്ചു എന്താണ് അത് വേറെ എന്താണ്, പിന്നെ അയ്യോ എടുത്തു. അപ്പൊ പിന്നെ ആ വിജയ നിമിഷങ്ങൾ സാധാരണ ഇതില് അവര് വളരെ ശ്രദ്ധിച്ചിരുന്ന്, ഇപ്പൊ ഫ്ലെമിംഗ് ഉണ്ടല്ലോ ഉദാഹരണമായിട്ട്, ന്യൂസിലാൻഡിന്റെ കീപ്പർ, പുള്ളിയൊക്കെ ആ ഒരു കമന്ററി, പഴയ കീപ്പർ ഇയാൻ ഫ്ലെമിംഗ് എന്നല്ലേ ഉള്ളൂ. പക്ഷെ ആ രീതിയിൽ റിക്രിയേറ്റ് ചെയ്യാൻ ഇപ്പൊ പറ്റിയില്ല. പിന്നാണ് അറിഞ്ഞത് ഇത് ക്യാച്ചാണ്, എന്നാ ജയിച്ചു, എന്നാ ഇനി എന്നും പറഞ്ഞു തുടങ്ങി. പറ്റിയില്ല. വളരെ മോശം പ്രകടനമായിരുന്നു ശാസ്ത്രിയുടെ അവസാനം ഈ കമന്ററിയിൽ. ആ ഒരു ഗുമ്മില്ലായിരുന്നു. കാരണം കളി ആകെ എഴിഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ പിന്നെ അവസാനം ഗുമ്മ് പോയി.
അതാണ് സംഭവിച്ചത്. എന്നാലും കളി ഡോമിനേറ്റ് ചെയ്ത് ജയിച്ചു. ഒരു വലിയൊരു വിജയം തന്നെയാണ്. തോറ്റിരുന്നെങ്കിൽ എന്തൊക്കെ പറയുമായിരുന്നു, എന്തെല്ലാം ക്രിറ്റിസിസം വരുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വിജയം വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. ഐ അപ്രീഷിയേറ്റ് ദ ടീം ഇന്ത്യ ആൻഡ് പ്രത്യേകിച്ച് സഞ്ജു സാംസന്റെ പ്രകടനം കഴിഞ്ഞ 3 കളിയിൽ നല്ല സൂപ്പർലെറ്റീവ് ആയിട്ടുള്ള ഒരുപക്ഷെ ഡൗൺ ആൻഡ് ഔട്ട് എന്നുള്ള അവസ്ഥയിൽ നിന്നാണ് ഇത്രയും ഒരു പെർഫോമൻസ് നടത്തിയത്. അത് സ്വാഭാവികമായിട്ടും ഹി ഓൾസോ ഡിസേർവ്സ്. അത് കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതൊരു നല്ല തുടക്കമായിട്ട് സഞ്ജുവിന് മാറട്ടെ എന്നാഗ്രഹിക്കുന്നു.